അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളോട് മറ്റൊരു കാര്യം. കുറേ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങൾ ജോലിയില്ലാതെ കുറേ നിന്നു, അപ്പോൾ ജോലി കണ്ടെത്തി, ഒരു കമ്പനിയിൽ കയറി. അപ്പോൾ കയറുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം ഇത്ര എന്ന് പറഞ്ഞു, ഇന്ന ജോലിയാണെന്നും പറഞ്ഞു. പക്ഷേ സ്പോൺസർഷിപ്പൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ജോലിയല്ല, പിന്നെ ഞങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ശമ്പളമല്ല. ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് ഇനി ബാക്കിയുണ്ട്, ഇക്കാമ എക്സ്പയർ ആയിട്ടില്ല. ഇനി എന്താ ചെയ്യുക? സ്പോൺസർഷിപ്പ് മാറാൻ പറ്റുമോ? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇക്കാമ എക്സ്പയർ ആണെങ്കിൽ നിങ്ങൾ സ്പോൺസർഷിപ്പ് മാറാം. കോൺട്രാക്റ്റ് കഴിഞ്ഞാലും സ്പോൺസർഷിപ്പ് മാറും. പക്ഷേ കോൺട്രാക്റ്റ് കഴിയാതെ നിങ്ങൾ സ്പോൺസർഷിപ്പ് മാറിയാൽ അവർ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായി വരും. കേസ് കൊടുത്താൽ മാത്രം. നിങ്ങൾക്ക് ശമ്പളം കിട്ടാതിരിക്കുകയും ഇക്കാമ എക്സ്പയറായി കമ്പനി ഇക്കാമ പുതുക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് മാറാം. അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കഴിയാഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ പറയുന്ന രീതിയിലല്ലാത്ത ശമ്പളവും പണിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ കോർട്ടിനെ സമീപിക്കാം. ഇവിടുത്തെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് ലേബർ കോർട്ടാണ്. നിങ്ങൾക്ക് ലേബർ കോർട്ടിനെ സമീപിക്കാൻ സമയം പിടിക്കും, എന്നാലും നിങ്ങൾ നീതി നേടാം. നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ശമ്പളം കിട്ടാതിരിക്കുക, ജോലി പറഞ്ഞ രീതിയിൽ ജോലി അല്ലാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ലേബർ കോർട്ട് സമീപിക്കുക. പക്ഷേ നിങ്ങൾ കയറുമ്പോൾ എഗ്രിമെൻറ്റ് എഴുതണം. ശമ്പളത്തിൻ്റെതും ഇത്ര ശമ്പളം എന്നാന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ എഗ്രിമെൻറ്റ് എഴുതണം. ഇതൊന്നും തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ കോർട്ട് സമീപിക്കാം. ലേബർ കോർട്ടാണ് എല്ലാ തീരുമാനം ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.